2017 നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെ മലയാള സിനിമയിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം, ജോലി സാഹചര്യം എന്നിവയെപ്പറ്റി അന്വേഷിക്കാൻ കേരള സർക്കാർ നിയമിച്ച അന്വേഷണ കമ്മീഷനാണ് ഹേമ കമ്മീഷൻ. കേരള ഹൈക്കോടതി ജഡ്ജിയായി റിട്ടയർ ചെയ്ത ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2019 ഡിസംബറിലാണ്. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടാതെയിരിക്കാൻ പല ഉന്നതരും ശ്രമിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജി കോടതി തള്ളുകയും റിപ്പോർട്ട് പുറത്തുവിടാനൊരുങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടി രഞ്ജിനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. തന്റെ സ്വകാര്യത ലംഘിക്കപ്പെടാൻ പാടില്ലെന്നും റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയും ഇന്ന് വാദത്തിനിടെ രഞ്ജിനിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വച്ചു. സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്നും വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന ഉറപ്പും നൽകിയതുകൊണ്ട് മാത്രമാണ് മൊഴി നൽകിയത്. ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ തൻ്റെ മൊഴി എങ്ങനെയാണിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നറിയില്ല. മൊഴി നൽകിയ ആളെന്ന നിലയിൽ തനിക്കതറിയാനുള്ള അവകാശമുണ്ടെന്നും രഞ്ജിനി വാദിച്ചു. കേരളത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവം പോലും സിനിമാ മേഖലയിലെ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പുറത്തു വന്ന സംഭവം മാത്രമാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനവും ചൂഷണവും വിശദമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നത് തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദരചന്ദ്രനുമുള്ള ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ്. പക്ഷേ ശാസ്ത്രീയ അന്വേഷണത്തിൽ നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ലെന്നാണ് തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുതെന്നും ഉപ്പ് പോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണെന്നും പറഞ്ഞാണ് സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമെന്ന് റിപ്പോർട്ട് പറയുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. വഴങ്ങാത്തവർക്ക് അവസരങ്ങൾ കുറയുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു. ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരുമുണ്ട്. സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട്. കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്നിവരെ വിളിക്കുന്നു. അവസരം ലഭിച്ചാലും പിന്നീടും ചൂഷണം തുടരുന്നു. രാത്രിയിൽ നടിമാരുടെ മുറിയിൽ മുട്ടുന്ന നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയുണ്ട്. ഇവരെ ഭയന്ന് നടിമാർ അച്ഛനെയോ അമ്മയോ ഒക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കൂടെ കൂട്ടുന്നു. അവസരത്തിനായി ചിലരുടെ അമ്മമാർ പോലും മക്കളോട് സഹകരിക്കാൻ ആവശ്യപ്പെടുന്നു. വഴങ്ങാത്തവർക്ക് ശിക്ഷയായി രംഗങ്ങൾ ആവർത്തിച്ചെടുക്കും. തലേ ദിവസം ഉപദ്രവിച്ച ആളുടെ ഭാര്യയായി പിറ്റേ ദിവസം അഭിനയിക്കേണ്ടി വരും. ആലിംഗനം ചെയ്യുന്ന രംഗം 17 തവണ റീടേക്ക് എടുപ്പിച്ച് ഹരാസ് ചെയ്തു. മലയാള സിനിമാ രംഗത്ത് മുഖം കാണിക്കണമെങ്കിൽ തന്നെ ലൈംഗികമായി വഴങ്ങണമെന്നും ആരും അറിയില്ലെന്നും നിർബന്ധിക്കാറുണ്ടെന്നാണ് പുതുമുഖ നടിമാരിൽ പലരും കമ്മീഷനോട് വെളിപ്പെടുത്തിയത്. പരാതി പറയുന്നവരെ പ്രശ്നക്കാരായി കാണുന്നു. സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ്. പല നടന്മാരും ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ലൊക്കേഷനിൽ വരുന്നത്. വസ്ത്രം മാറാനുള്ള മുറിയോ ബാത്റൂമോ ഒന്നും പലപ്പോഴും ലഭ്യമല്ല. മറ്റു സ്ത്രീകൾ വസ്ത്രങ്ങൾ കൊണ്ട് മറ തീർത്തു തരികയും അവിടെ പ്രാഥമിക കാര്യങ്ങളും വസ്ത്രം മാറലും ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ആർത്തവ സമയങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടെന്ന് നടിമാർ പറയുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളോട് മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. 1000 ജൂനിയർ ആർട്ടിസ്റ്റ് വന്നാൽ അതിൽ 100 പേർക്കുള്ള ഭക്ഷണവും വെള്ളവും മാത്രമേ നൽകൂ. 1800 മുതൽ 5000 രൂപ വരെയാണ് പല സെറ്റുകളിലെയും ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് നൽകുന്ന ദിവസ ശമ്പളം. എന്നാൽ ഇടനിലക്കാരും കോർഡിനേറ്റേഴ്സും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നൽകുന്നത് വെറും 450 മുതൽ 500 രൂപ വരെയാണ്. ബാക്കി പണം ഇടനിലക്കാരുടെ പോക്കറ്റിലിരിക്കും. ജൂനിയർ ആർട്ടിസ്റ്റുമാരായി അവസരം നൽകാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതും ഈ മേഖലയിൽ വ്യാപകമാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു വനിതാ ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു വെയിലത്ത് നിന്ന് തളർന്നതിനെ തുടർന്ന് ഇരിക്കാൻ ഒരു കസേര ചോദിച്ചു. പിന്നീട് അവരെ ഷൂട്ടിങ്ങിനായി വിളിച്ചില്ല. എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ പിന്നീട് അവരെ ഷൂട്ടിങ്ങിന് വിളിക്കില്ല. അതിനാൽ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് എല്ലാവരും സഹിക്കുന്നു. പോക്സോ കേസ് പോലും ചുമത്തേണ്ട കുറ്റകൃത്യങ്ങൾ സെറ്റിൽ നടക്കുന്നതായി കമ്മിറ്റിയുടെ കണ്ടെത്തൽ. സിനിമാ രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് പോലും ലൈംഗികാതിക്രമങ്ങൾ നേരിട്ടതായി പലരും വെളിപ്പെടുത്തി. ജൂനിയർ ആർട്ടിസ്റ്റുകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് പതിവ്. സിനിമയിൽ ശരീരപ്രദർശനം ഉൾപ്പെടെയുള്ള സീനുകൾ ചെയ്യാൻ നിർബന്ധിക്കുമെന്നും വെളിപ്പെടുത്തൽ. IPC പോഷ് നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട പല സംഭവങ്ങളുണ്ടായെന്ന് നടിമാർ. സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്ന ഭീതിയിൽ പലരും നിശബ്ദത പാലിക്കുന്നു. കരാറിലില്ലാത്ത തരത്തിൽ ശരീരപ്രദർശനവും ലിപ്ലോക്ക് സീനുകളും ചെയ്യേണ്ടി വന്നുവെന്നും ഒരു നടി മൊഴി നൽകി. കൃത്യമായ വേതനം നൽകാതെ പറ്റിക്കാറുണ്ട്. കരാറിൽ പറയുന്നതും യഥാർത്ഥത്തിൽ നൽകുന്ന തുകയും തമ്മിൽ വലിയ അന്തരമുണ്ട്.
ഇതിനായി വ്യാജ കരാറുകൾ ഉണ്ടാക്കുന്നുവെന്നും നടിമാരുടെ വെളിപ്പെടുത്തൽ. ഇഴുകിച്ചേർന്നുള്ള രംഗങ്ങളിൽ അഭിനയിക്കാൻ തയ്യാറാകുന്ന നടിമാർ സിനിമയ്ക്ക് പുറത്തും അതിന് തയ്യാറാകുമെന്ന് ചിലർ കരുതുന്നു. ചില പുരുഷന്മാർ ഇവരോട് നിരന്തരം ലൈംഗികാവശ്യം ഉന്നയിച്ച് പിന്നാലെ നടക്കുന്നു. ആവശ്യം നിഷേധിച്ചാലും കൂടുതൽ അവസരം നൽകുമെന്നതുൾപ്പെടെ വാഗ്ദാനം നൽകി പിറകെ കൂടുന്നു. സിനിമയുടെ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ അനധികൃതവും നിയമവിരുദ്ധവുമായ വിലക്കേർപ്പെടുത്തുന്നു. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം പതിവാണ്. ഇത് നിയന്ത്രിക്കുന്നതിനായി യാതൊരു നടപടികളും ഇതുവരെ എടുത്തിട്ടില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പ്രമുഖ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും അടങ്ങുന്ന 15-അംഗ പവർ ഗ്രൂപ്പാണെന്ന് ഹേമ കമ്മിറ്റി. ഇതിനെ മാഫിയ സംഘമെന്ന് വിശേഷിപ്പിച്ച നടന് അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തിന് ശരണമായത് സീരിയൽ മേഖല. മറ്റൊരു നടൻ ഹിന്ദി സിനിമയിൽ അഭയം തേടിയപ്പോൾ അവിടെയും വിലക്കാനുള്ള നടപടികൾ തുടർന്നു. മൊഴി നൽകാനെത്തിയ നടിമാർ വാട്സാപ്പ് സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും വീഡിയോ തെളിവുകളും ഹേമ കമ്മീഷന് കൈമാറിയിരുന്നു. എന്നാൽ ഇതൊന്നും ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. റിപ്പോർട്ട് പുറത്തു വന്നതോടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം മറുപടി നൽകാം എന്നായിരുന്നു അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടന അമ്മയെ പരിഹസിച്ചും വിമർശിച്ചും സംവിധായകൻ വിനയൻ രംഗത്ത്. വിമർശിച്ചതിന് 12 വർഷത്തോളം എന്നെ വിലക്കി. മലയാള സിനിമയെ മാഫിയ സംഘമാക്കാൻ മാക്ടയെ തകർത്തു. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കി. ചൂഷണങ്ങളെ തടയാനുള്ള കടമ സംഘടനകൾക്കുണ്ട്. സംഘടനയുടെ നിലപാട് ഏമാനി സുഖിപ്പിക്കുന്നതാകരുത് എന്ന് വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയിലെ സ്ത്രീകൾക്കായി നടത്തിയ പോരാട്ടം ശരിയെന്ന് തെളിഞ്ഞെന്ന് WCC. ഞങ്ങൾക്കിതൊരു നീണ്ട യാത്രയായിരുന്നു. ഇത്തരമൊരു റിപ്പോർട്ട് ചരിത്രത്തിൽ ഇതാദ്യം. കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. ഇത് സ്ത്രീകളുടെ ശബ്ദമാണ്. ശുപാർശകൾ പരിശോധിച്ച് സർക്കാർ തുടർ നടപടി സ്വീകരിക്കണമെന്നും WCC.